നമസ്കാരം. ഓസ്ട്രേലിയൻ കുടിയേറ്റ നിയമത്തിൽ 2026 മാർച്ചിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതി വിദേശത്തുള്ള താൽക്കാലിക വിസ ഉടമകളുടെയും പ്രത്യേകിച്ച് ഉപരിപഠനം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മാർച്ച് 12-ന് പാർലമെന്റ് പാസാക്കിയ ഈ നിയമം 14-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് അമിത അധികാരം നൽകുന്നതാണ് പുതിയ പരിഷ്കാരം. മൈഗ്രേഷൻ അമെൻമെന്റ് ആക്ട് 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിയമം നിലവിൽ വന്നതോടെ വിദേശത്തുള്ള താൽക്കാലിക വിസ ഉടമകളുടെ ഓസ്ട്രേലിയയിലേക്കുള്ള പ്രവേശനം ഏത് നിമിഷവും തടയാൻ ഇമിഗ്രേഷൻ മന്ത്രിക്ക് നിയമപരമായ അധികാരം ലഭിച്ചിരിക്കുകയാണ്. യുദ്ധം, ആഭ്യന്തര കലാപം, വലിയ തോതിലുള്ള മാനുഷിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന മറ്റ് ആഗോള സംഭവങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പുറത്തുള്ള വിസ ഉടമകളുടെ യാത്ര നിയന്ത്രിക്കാൻ ഈ നിയമം സർക്കാരിനെ അനുവദിക്കുന്നു. അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ എന്നാണ് ഈ പ്രത്യേക അധികാരത്തെ വിശേഷിപ്പിക്കുന്നത്. ഇതനുസരിച്ച് 6 മാസം വരെ ഒരു നിശ്ചിത വിഭാഗം ആളുകളുടെയോ രാജ്യക്കാരുടെയോ പ്രവേശനം തടയാൻ സാധിക്കും. സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ ഈ കാലാവധി നീട്ടാനും വ്യവസ്ഥയുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെയോ ജനവിഭാഗത്തെയോ ലക്ഷ്യം വെച്ചല്ല ഈ നിയമമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് വിസ വിഭാഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നത് തീരുമാനിക്കാനുള്ള പൂർണ്ണ വിവേചനാധികാരം മന്ത്രിക്കായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സർവകലാശാലകളിൽ ലക്ഷങ്ങൾ ഫീസ് അടച്ചതുകൊണ്ടോ കൈവശം സാധുവായ വിസയുള്ളതുകൊണ്ടോ മാത്രം ഓസ്ട്രേലിയയിൽ വിമാനമിറങ്ങാൻ കഴിയുമെന്ന് ഇനി 100% ഉറപ്പിക്കാനാവില്ല. വിസ നിലവിലുണ്ടെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടാൽ അത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും സാമ്പത്തിക ഭദ്രതയും കാര്യമായി തന്നെ ബാധിക്കും. നിയന്ത്രണ കാലയളവിൽ വിസ റദ്ദാക്കപ്പെടില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും പ്രവേശനം തടയപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ വിസ കാലാവധി അവസാനിച്ചാൽ അത് വലിയ നിയമക്കുരുക്കുകൾക്ക് വഴിതെളിക്കും. വിസ പ്രോസസ്സിങ്ങിനെ ഈ നിയമം നിലവിൽ ബാധിക്കില്ലെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ നിലവിൽ ഹൈ റിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി പരിശോധന കർശനമാക്കിയിരിക്കുന്നത് മലയാളികളടക്കമുള്ള അപേക്ഷകരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് പുറത്തുള്ള താൽക്കാലിക വിസ ഉടമകളെയാണ് ഈ നിയമം പ്രധാനമായും ബാധിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിലവിൽ താമസിക്കുന്നവരെ ഇത് നേരിട്ട് ബാധിക്കില്ലെങ്കിലും നാട്ടിലേക്ക് പോകാനോ മറ്റു വിദേശയാത്രകൾക്കോ പ്ലാൻ ചെയ്യുന്നവർ പുതിയ നിയമമാറ്റങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതു നിമിഷവും മാറാവുന്ന ഒരു അനുമതി മാത്രമായി ഓസ്ട്രേലിയൻ വിസ മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഓസ്ട്രേലിയയിൽ 2026 തുടക്കത്തിൽ പ്രാബല്യത്തിൽ വന്ന നിയമപരിഷ്കാരങ്ങൾ പ്രവാസികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്നവയാണ്. കുടിയേറ്റ നിയന്ത്രണം, പണമിടപാടുകൾ, ശിശുക്ഷേമം, ജീവിത ചെലവ് കുറയ്ക്കൽ എന്നിവയിലൂന്നിയുള്ള ഈ മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ ജീവിതത്തിന്റെ ദൈനംദിന രീതികളെ തന്നെ നിയമ നടപടികളെ മാറ്റിമറിക്കും. പുതിയ കുടിയേറ്റ നിയമം ഇമിഗ്രേഷൻ മന്ത്രിക്ക് അസാധാരണമായ അധികാരങ്ങളാണ് നൽകുന്നത്. വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് മുൻപ് പ്രാദേശികമായി ആളെ കിട്ടാനില്ലെന്ന് തൊഴിലുടമകൾ തെളിയിക്കേണ്ടതുണ്ട്. ഇത് ആരോഗ്യ മേഖലയിലും നിർമ്മാണ മേഖലയിലുമുള്ള നിയമനങ്ങൾ വൈകിപ്പിക്കാനും കാരണമാകുന്നു. നിയമം കയ്യിലുണ്ടെങ്കിലും നിലവിൽ ലോകത്തെ ഒരു രാജ്യത്തിന് നേരെയും അല്ലെങ്കിൽ പ്രത്യേക വിസ വിഭാഗത്തിന് നേരെയോ സർക്കാർ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. നിലവിൽ വിസയുള്ളവർക്ക് സാധാരണ രീതിയിൽ തന്നെ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യാം. എയർലൈനുകൾക്കോ ബോർഡർ ഫോഴ്സിനോ നിലവിൽ ആരെയും തടയാനുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ല. എന്നാൽ ആഗോളതലത്തിൽ എന്തെങ്കിലും വലിയ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിശ്ചിത വിഭാഗങ്ങൾക്കെതിരെ ഈ നിയമം പ്രയോഗിക്കാൻ സർക്കാരിന് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ തോക്ക് ലോഡ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു നിയമമാണിത്. എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. പക്ഷേ നിലവിൽ ആർക്കും നേരെ ഇത് പ്രയോഗിച്ചിട്ടില്ല. അതിനാൽ ഇപ്പോൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല. എങ്കിലും യാത്രയ്ക്ക് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഹോം ഓഫീസ് വെബ്സൈറ്റോ വിസ സ്റ്റാറ്റസോ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. പുതിയ ഭേദഗതി പ്രകാരം ഒരാളുടെ കൈവശം സാധുവായ വിസയുണ്ടെങ്കിൽ പോലും എയർപോർട്ടിൽ വെച്ച് പ്രവേശനം നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ പുതിയ നിയമം വിസയുടെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. മുമ്പ് വിസ ലഭിച്ചാൽ അത് യാത്രയ്ക്ക് അനുമതി പത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വിസ റദ്ദാക്കപ്പെടില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ മന്ത്രി ഒരു അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ പുറപ്പെടുവിച്ചാൽ വിദേശത്തുള്ള ആ നിശ്ചിത വിഭാഗത്തിന്റെ വിസ താൽക്കാലികമായി നിശ്ചലമാകും. സിസ്റ്റത്തിൽ വിസ കാണുമെങ്കിലും അത് യാത്രയ്ക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല. വിമാനം കയറുന്നതിന് തൊട്ട് മുൻപ് എയർലൈനുകൾ ചെക്ക് ചെയ്യുമ്പോൾ അറൈവൽ നോട്ട് ഓക്കെ എന്ന ഫ്ലാഗ് വന്നാൽ യാത്ര നിഷേധിക്കപ്പെടുകയും ചെയ്യും. പ്രധാനമായും ഓസ്ട്രേലിയയ്ക്ക് പുറത്തുള്ള താഴെ പറയുന്ന വിസ ഉടമകളെയാണ് ഇത് ബാധിക്കുക. 1. വിദ്യാർത്ഥി വിസ. 2. വിസിറ്റർ വിസ. താൽക്കാലിക ഗ്രാജുവേറ്റ് വിസ. താൽക്കാലിക തൊഴിൽ വിസകൾ എന്നിങ്ങനെയുള്ളവരെയാണ് ഇത് ബാധിക്കുക. വിസ കാലാവധി തീരുന്നതിന് മുൻപ് നിയന്ത്രണം നീക്കിയില്ലെങ്കിൽ വിസ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പെർമിറ്റഡ് ട്രാവൽ സർട്ടിഫിക്കറ്റ് എന്ന ഇളവ് ലഭിച്ചേക്കാം. മുൻപ് വിസ ലഭിച്ചാൽ ഇത് ഓസ്ട്രേലിയയിൽ ഇറങ്ങാനുള്ള ഉറപ്പായിരുന്നു. എന്നാൽ ഇനി മുതൽ യാത്രയ്ക്ക് മുൻപ് വിസ ഇൻ ഇഫക്റ്റ് ആണോ എന്ന് വിവോ വഴി ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്.